വാജ്പേയിയും എൽ കെ അദ്വാനിയും കൂടി നേതൃത്വം നൽകിയ ഗവൺമെൻറ് പ്രമോദ് മഹാജനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് 500 കോടി രൂപയോളം പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ്സ് എ ഹ്യൂജ് സ്പെൻഡ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റ്സാണ്. ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മാധ്യമങ്ങൾ വാമൂടി കെട്ടിയിട്ടുണ്ട്. പ്രോക്ടർ ആൻഡ് ഗാമ്പിളിൻ്റെയും യൂണിലിവറിൻ്റെയും ടോട്ടൽ സ്പെൻഡിനേക്കാൾ കൂടുതലാണ് ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്പെൻഡ്. ബ്രാൻഡിങ് എന്ന് നമ്മൾ കുറേ അധികം കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ബ്രാൻഡിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡൊമിനിക് സാറാണ്. സാർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളെയൊക്കെ നമുക്ക് ഇന്ന് നമ്മൾ ഈ തരത്തിൽ അറിയുന്നതിന് പ്രധാന കാരണമായിട്ടുള്ള ഒരാളാണ്. ബ്രാൻഡിങ് ഗുരു എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാള്. സാറേ, എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ബ്രാൻഡിങ്ങിന്റെ ആവശ്യകത? ബ്രാൻഡിങ് ഒരു പ്രൊഡക്റ്റിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു കമ്പനിക്കായാലും ഇന്ന് ബ്രാൻഡിങ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നൊരു മീഡിയ പ്രോളിഫറേറ്റഡ് വേൾഡിലാണ് നാം താമസിക്കുന്നത്. സാറിൻ്റെ പേര് തന്നെ എടുക്കുകയാണെങ്കിൽ ഇസാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഒരാളുടെ പേരാണ്. പക്ഷേ ഇന്ന് ഒരാൾക്ക് അറിയാം ഇസാഫ് എന്ന് പറഞ്ഞാൽ അതൊരു ബാങ്കാണ്, സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അതല്ലേ ശരിക്കും പറഞ്ഞ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പാക്റ്റ്? തീർച്ചയായിട്ടും. ഇസാഫിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് വരുന്ന എല്ലാ ബ്രാൻഡുകളും അവരുടെ എല്ലാ ലോഞ്ചുകളിലും തൃശ്ശൂർ ഒരു പെട്ടിക്കട തുടങ്ങിയാൽ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരും. അതാണ് തൃശ്ശൂരിൻ്റെ ഒരു പാരമ്പര്യം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് നമ്മളെല്ലാ സ്ഥലത്തും കാണുന്നതാണ്. എന്ത് ലോഞ്ച് ഉണ്ടെങ്കിലും ഒരു സെലിബ്രിറ്റി വരും. ഒരു സിനിമ നടിയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സെലിബ്രിറ്റിയെ കൊണ്ടുവരും. ഇസാഫിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു സെലിബ്രിറ്റി ഇല്ലാതെ കേരളത്തിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു ബ്രാൻഡാണ്. ആ ഒരു കാലഘട്ടത്തിൽ, അത് 2017 മാർച്ച് 10 ഇസാഫ് കേരളത്തിൽ ബാങ്ക് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നോയ്സ് ലെവൽ ക്രിയേറ്റ് ചെയ്ത, ഏറ്റവും കൂടുതൽ ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്ന ഒരു ബ്രാൻഡാണ് ഇസാഫ്. അപ്പോൾ ഇസാഫിൻ്റെയൊക്കെ ബ്രാൻഡിങ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനും ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ബാങ്കിനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് നമ്മളിന്നിപ്പോൾ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളതിനെ ഒരു പരസ്യം നൽകി കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ചെന്ന പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചായപ്പൊടി ലോഞ്ച് ചെയ്തെന്ന് വെച്ചു, ആ ചായപ്പൊടി നമ്മൾ മാർക്കറ്റിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ ചായപ്പൊടി ഉണ്ടാകണം, അല്ലെങ്കിൽ പരസ്യം കണ്ടിട്ട് ആൾക്കാർ ചായപ്പൊടി മേടിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു ബാങ്ക് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ 10,200 ബ്രാഞ്ചുമായിട്ടല്ല ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ വെറും 10 ബ്രാഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. കാലക്രമേണ 3-4 വർഷം കൊണ്ടാണ് ഒരു ബാങ്ക് പന്തലിച്ച് ഒത്തിരി ബ്രാഞ്ചുകളാകുന്നത്. അപ്പോൾ ബ്രാൻഡിങ്ങിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ആ ഒരു പോയിന്റ് ഇൻ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും പരസ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബാങ്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ലോഞ്ച്, ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ലോഞ്ച് ചെയ്തു. പക്ഷേ നമ്മൾ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ പുനലൂർ പോലുള്ളൊരു പ്രദേശത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു ഇൻറ്റീരിയർ സ്ഥലത്തേക്ക് ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ, ഇത് ഇന്ന ബാങ്കാണെന്നുള്ള എനിക്ക് റീകോൾ വാല്യൂ ഉണ്ടാവണം. അപ്പോൾ 5 വർഷം വരെ ഇമ്പാക്റ്റ് ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കാവുന്ന രീതിയിൽ വേണം ബ്രാൻഡിങ് കൊണ്ടുവരാൻ. അപ്പോൾ അതിൻ്റെ അന്ന് നമ്മൾ ഇസാഫ് എന്ന് പറയുന്ന ബാങ്കിനെ നമ്മൾ ലോഞ്ച് ചെയ്തപ്പോഴും അത്തരമൊരു കോൺസെപ്ച്വലൈസേഷനിലൂടെയാണ് അത് പോയത്. ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്റ്റോറേജിലേക്ക് നമ്മൾ ഒരാളെ പ്രതിഷ്ഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പ്രതിഷ്ഠിക്കുകയാണ്. ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് സാർ ബ്രാൻഡിങ് ഫീൽഡിലുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് വരുമ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിങ് മാറി, അപ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസും അവരുടെ സ്റ്റാർഡം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് ഈ ബ്രാൻഡിങ്ങിനെ ഉപയോഗിച്ചു തുടങ്ങുകയാണ്, ഏജൻസികളൊക്കെ ഉപയോഗിച്ചു തുടങ്ങുകയാണ്. ഇവിടെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് നേരത്തെ കഴിഞ്ഞും കൂടുതൽ ബ്രാൻഡിങ്ങിൻ്റെ പ്രസക്തി ഇപ്പോൾ കൂടുതലുണ്ടെന്നോ? എന്താണ് സാറിന് അത് ഈ പേഴ്സണലൈസ്ഡ് ബ്രാൻഡിങ്ങിനെ പറ്റി സാറിന് പറയാം? വളരെ കറക്റ്റാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ബ്രാൻഡിങ്ങിലേക്ക് കൂടുതൽ സർപ്രൈസിംഗ്ലി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിരുന്ന ബ്രാൻഡുകളെന്ന് പറഞ്ഞാൽ യൂണിലിവറും പ്രോക്ടർ ആൻഡ് ഗാമ്പിളും പോലുള്ള ബ്രാൻഡുകളായിരുന്നു. FMCG അതുപോലത്തെ കമ്പനികളായിരുന്നു, FMCG കമ്പനികളായിരുന്നു. അവർക്ക് ഒട്ടനവധി ബ്രാൻഡുകളുണ്ട്. 100 കണക്കിന് ബ്രാൻഡുകളുള്ള ഒരു ഹൗസും ബ്രാൻഡഡ് ഹൗസാണ് യൂണിലിവർ. അതുപോലെ തന്നെയാണ് പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, അല്ലെങ്കിൽ അതുപോലെ വിപ്രോ, ഒത്തിരി ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇവരൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ, ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റ്സാണ്. ഇപ്പോൾ പ്രോക്ടർ ആൻഡ് ഗാമ്പിളിൻ്റെയും യൂണിലിവറിൻ്റെയും ടോട്ടൽ സ്പെൻഡിനേക്കാൾ കൂടുതലാണ് ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്പെൻഡ്. കാരണം ഇന്ന് ഒത്തിരി പാർട്ടിയായി, രാഷ്ട്രീയത്തിൽ കോമ്പറ്റീഷൻ കൂടി. ഇന്ന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി അഗ്രസീവായിട്ട് മത്സരിക്കുകയും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും. ഞാൻ പറയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി വലിയ ബ്രാൻഡുകൾ പല രീതിയിൽ സ്പെൻഡ് ചെയ്യും. ഞാനിപ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വാജ്പേയിയും എൽ കെ അദ്വാനിയും കൂടി നേതൃത്വം നൽകിയ ഗവൺമെൻറ് പ്രമോദ് മഹാജനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു അഗ്രസീവ്നെസ് തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ തന്നെ അന്ന് അവർ 500 കോടി രൂപയോളം
ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ്സ് എ ഹ്യൂജ് സ്പെൻഡ്. ഇന്നിപ്പോൾ ഞാൻ പറയുന്ന, ഇപ്പം ഞാനൊക്കെ വന്നിട്ടുള്ള മുദ്ര എന്ന് പറയുന്ന ഇന്ത്യയിലൊരു ടോപ്പ് 5 ഏജൻസിയിൽ വരും. മുദ്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സെക്കൻഡ് DDP മുദ്ര, ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് അഡ്വർടൈസിങ് ഏജൻസി ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ത്യയിലെ 3-ാം നമ്പർ സ്ഥാനം കൊണ്ടിരുന്ന ഏജൻസിയാണ്. ധൃവായ് അംബാനി തുടങ്ങിയ കമ്പനിയാണ് മുദ്ര. പിന്നെ അത് DDPക്ക് വിറ്റു. DDP ഒമ്നികോം എൻ്റെ പാർട്ട്ണറായി മാറി. അതുപോലെയുള്ള കമ്പനികൾക്ക് പോലും നമ്മുടെയൊക്കെ ഒരു ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 225 crores ഒക്കെ ആയിരുന്നു നമ്മുടെ ഒരു ആനുവൽ റവന്യൂ എന്ന് പറയുന്നത്. ഇത്രയും ലീഡിംഗ് ബ്രാൻഡുകൾ ചെയ്തിട്ട് ഇത്രയും വലിയ ടേൺ ഓവർ ഉണ്ടാവും, 10,000 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു റവന്യൂ പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇന്ന് നമ്മുടെ ഈ പൊളിറ്റിക്കൽ കൺസൾട്ടൻസികൾ ഏൺ ചെയ്യുന്നത്. ഇപ്പോൾ പ്രശാന്ത് കിഷോർക്ക് ഒരു മീറ്റിങ്ങിന് തന്നെ ഒരു ചെറിയൊരു കൺസൾട്ടൻസിക്ക് തന്നെ about 200 crores ഒക്കെ അവർ ചാർജ് ചെയ്യും. അത് കൊടുക്കാനായിട്ട് രാഷ്ട്രീയക്കാർക്ക് മടിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്പെൻഡ്, ഇന്നത്തെ ഏറ്റവും വലിയ മണി ബ്രാൻഡിങ്ങിനും പബ്ലിസിറ്റിക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. സാർ, ശരിക്കും ഇത് എന്താണ് അവർ ചെയ്യണത്? ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പത്രം തുറന്ന് നോക്കുമ്പോൾ ഗുജറാത്ത് തെലങ്കാന ടൂറിസത്തിന് കാണാറുണ്ട്, ഗുജറാത്ത് ടൂറിസത്തിന് കാണാറുണ്ട്, പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പരസ്യങ്ങൾ കാണാറുണ്ട്, അത് ജാക്കറ്റ് ആഡ് ചെയ്ത് കാണാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന ആഴ്ചയിൽ ഒരു 2-3 എണ്ണം നമ്മൾ കണ്ടുപോകാറുണ്ട്. ഇതെങ്ങനെയാണ്, ഇത് എന്താണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി? ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവരുന്ന ഇനിഷ്യേറ്റീവ്സ്, അവരിറക്കുന്ന പുതിയ പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക. ഒപ്പം അവർ ഒരു സെക്കൻഡ് ഇതിനൊരു എല്ലാ കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന്, ഒരു മാസ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. 2, ഇന്ത്യയിലെ പത്രങ്ങളുടെ വായടയ്ക്കുക. അതാണ്. അപ്പോൾ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുക്കുന്നതാകുമ്പോഴത്തേക്ക് യു ലെവൽ കൺട്രോൾ ഇന്നത്തെ മാധ്യമങ്ങൾ നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മളിപ്പോൾ ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മാധ്യമങ്ങളെ വാമൂടി കെട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനൊരു കൊടുക്കുന്ന ഒരു പൈസയാണ് ഈ അഡ്വർടൈസിംഗ് ആയിട്ട് അവർക്ക് ഡയറക്റ്റ് പൈസ കൊടുക്കുന്നതിന് ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കമ്പനികൾക്ക് കിട്ടും, ഇന്നത്തെ പത്രമാധ്യമങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്രയോ പദ്യമാധ്യമം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഫുൾ പേജുകളും എത്രയോ ഡബിൾ സ്പ്രെഡ് ജാക്കറ്റുകളും അതുപോലെ തന്നെ ടെലിവിഷൻ ആഡ്സും ഒക്കെയാണ് ഓരോ മാധ്യമങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മാധ്യമങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനല്ലേ ഇന്ന് മാധ്യമങ്ങളുടെ എണ്ണം കണ്ടമാനം കൂടി. അപ്പോൾ ഇന്നൊരു ഹൈലി കോമ്പറ്റേറ്റീവായി ആൾക്കാർ TRPക്കും അതിൻ്റെ സർക്കുലേഷനും റീഡർഷിപ്പിനും ഒക്കെ വേണ്ടി ഇമ്മൻസ്ലി ഫിയസ്ലി ഫൈറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പത്രങ്ങൾക്ക് നിലനിൽക്കണം, അവർക്കും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരു പരിധിവരെ ഗവൺമെൻറ് ഒരു തരത്തിൽ അവർ മറ്റുള്ളവരിലേക്ക് ഇപ്പോൾ ജനങ്ങളിലേക്ക് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ് ബിൽഡ് ചെയ്യുക. ഒരു വശത്തുകൂടി അതിൻ്റെ ഒരു സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാധ്യമങ്ങളെ സൈലൻ്റ് ആക്കുക. അതാണ് സാർ. അതുപോലെ ഈ തരത്തിലുള്ള സാന്റ മോണിക്കേൻ്റെയും ഫ്രഷ് ടു ഹോമിൻ്റെയും ഒക്കെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു ഐഡിയൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് കണ്ടുവരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ അല്ല, അത് എൻ്റെ ഒരു ഐഡിയയുടെ ഭാഗമായിട്ടല്ല തുടക്കം. ആ കമ്പനികളൊക്കെ നേരത്തെ ഇതിൽ വന്നു. ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാന്റ മോണിക്കയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നല്ല ഐഡിയാസ് മുന്നോട്ട് വെച്ചു. ഇപ്പോൾ വിദേശ വിദ്യാരംഭം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പാരമ്പര്യമായിട്ടൊരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടിയെ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു തുടക്കം അവിടെയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷനിൽ ഒരു സെക്കൻഡ് ഫേസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് വിദേശ വിദ്യാഭ്യാസത്തിന് തുടക്കം വന്നു. അപ്പോൾ നമ്മൾ വിദ്യാരംഭത്തെ വിദേശ വിദ്യാരംഭമായിട്ട് വിദേശ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിച്ചത് അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബ്രാൻഡിങ്ങിൽ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാവുന്ന സ്റ്റാൻഡ് ഔട്ട് ചെയ്യാവുന്ന ഒത്തിരി ഐഡിയാസാണ് അതൊക്കെ. കാരണം പുതിയൊരു ഐഡിയ വരുമ്പോൾ സാർ ഇപ്പോൾ ഒരു ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സാന്റ മോണിക്ക തന്നെ എടുക്കാം. ഇതിന്റെ സ്ഥിരതയുണ്ടല്ലോ, ഈവൻ ഇതിനെ റിമൈൻഡറായിട്ട് നിലനിർത്തണം. അതിന് സാർ എന്ത് സ്ട്രാറ്റജിയാണ് കൊടുത്തത്? സാന്റ മോണിക്ക ഇത്ര കൊല്ലമായിട്ടും സാന്റ മോണിക്ക എന്താണെന്നും സാന്റ മോണിക്കയുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ് വരുമ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. സാന്റ മോണിക്ക എന്ന് പറഞ്ഞ പേര്. സാന്റ മോണിക്ക വലിയൊരു ബ്രാൻഡാണ്. ഓൾറെഡി ഞങ്ങളായിട്ട് വന്നിട്ട് വലുതാക്കിയൊരു ബ്രാൻഡാണ്. അത് ഓൾറെഡി ഒരു വലിയ ബ്രാൻഡാണ്. ഒരു ബ്രാൻഡ് ഒരു വളർന്നൊരു ഘട്ടം എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ ബ്രാൻഡിന് കൺസിസ്റ്റൻ്റായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ആ ബ്രാൻഡിൻ്റെ ഒരു ഇക്വേഷനും എക്വിറ്റി എല്ലാം വളർത്തി കൊണ്ടുപോകുന്നതിന് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ബ്രാൻഡ് വളർത്തണം തോന്നുന്നതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു അഡ്വർടൈസിങ് ഏജൻസിയെ ഓൺ ബോർഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഒരു സ്വീകാര്യത അല്ല ബ്രാൻഡിൻ്റെ ഒരു വിശ്വാസ്യത അത് കൺസിസ്റ്റൻ്റായിട്ട് എങ്ങനെ ആൾക്കാരെ മനസ്സിൽ നിലനിർത്തുക, അതിനെങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് അവലംബിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട് വിത്ത് എ സ്ട്രാറ്റജി. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ബ്രാൻഡിങ്ങിൽ കൊണ്ടുവരുന്നതാണ് ലോങ് ടൈമിൽ ബ്രാൻഡിൻ്റെ ഒരു ഹെൽത്തിനും അതിന് അതിൻ്റെ പോപ്പുലാരിറ്റിക്കും ഒക്കെ ഒത്തിരി നല്ലത്. ഇപ്പോൾ കുറേ ഫീൽഡിൽ ഈ ബ്രാൻഡിങ് ഇപ്പം
ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും. ഇപ്പൊ സാറാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, ബസ് സ്റ്റോപ്പ് ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് സാർ ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏതൊരു ഫീൽഡിലായിരിക്കും ബ്രാൻഡിങ് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? എല്ലാ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീൽഡിനായിട്ട് ഡിഫിക്കൽട്ടി ഇല്ല. എല്ലാ ബ്രാൻഡിനും ഇന്ന് ബ്രാൻഡിങ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡിങ് എല്ലാവർക്കും ആവശ്യകതയാണ്. നമ്മൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഒരു കമ്മ്യൂണിക്കേഷനാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും, ആൾക്കാരെ ബ്രാൻഡുമായിട്ട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും എഫോർട്സുകൾ ഒരു ഓൺ ഗോയിങ് ബേസിസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആവശ്യമാണ്. അത് ബ്രാൻഡുകൾ കാര്യമായിട്ട് ചെയ്യും, പക്ഷെ അത് ചെയ്യാത്ത ആൾക്കാരെന്നുള്ള രാഷ്ട്രീയക്കാരാണ്. അവർ ഒരു ഇലക്ഷന് ഒരു 3 മാസം മുമ്പ് 6 മാസം മുമ്പാണ് ഇത്തരം ആൾക്കാരെ തേടി പോകുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഇതിന്റെ ഒരു ഒത്തുചേരലുണ്ടല്ലോ, ബ്രാൻഡിങ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഈ മൂന്നെണ്ണം കൂടി വളരെ ഒത്തുചേർന്ന് പോകേണ്ട ഒരു സംഭവമാണ്. ഒരു പക്ഷേ ഇത് മൂന്ന് പേരായിരിക്കും ചെയ്യുക. ഇതിനെ എങ്ങനെയാണ് സംയോജിപ്പിച്ചുകൊണ്ട് അതിനൊരു മാർക്കറ്റിംഗ് ഹെഡ് സ്വാഭാവികമായിട്ടൊരു കമ്പനിക്ക് ഉണ്ടാകും. ഇതെല്ലാം ഈ സെയിൽസും ബ്രാൻഡിങ്ങും എല്ലാം മാർക്കറ്റിങ്ങിൻ്റെ കീഴിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനൊരു സാധാരണ പ്രൊഫഷണലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലൊക്കെ മാർക്കറ്റിങ്ങിന് ഒരു ഹെഡ് ഉണ്ടാകും, അവരുടെ കീഴിലായിരിക്കുന്നതെല്ലാം. ബ്രാൻഡിങ് വളരെ സസൂക്ഷ്മം ചെയ്യേണ്ടതാണ്. ആൾക്കാരുടെ മനസ്സിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒക്കെ ഇമേജറി കൺസിസ്റ്റൻ്റ് ആയിട്ട് രൂപപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ റോൾ വഹിക്കുന്നത് ബ്രാൻഡിങ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെയിൽസ് ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻസ് ഉണ്ട്, ഒത്തിരി ആക്ടിവിറ്റീസ്, സെയിൽ എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് നേരത്തെ ഒരു കർഷകരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാങ്ക് മാത്രമായിട്ട് നിന്നത് ഇപ്പൊ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബാങ്കിലേക്ക് നല്ലൊരു ബ്രാൻഡിങ് അവിടെ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അവിടെ സാറ് ചൂസ് ചെയ്തൊരു സ്ട്രാറ്റജി എന്തായിരുന്നു? അല്ല, അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു. അത് ഇന്ത്യ പൊതുവെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്രേറിയൻ എക്കണോമിയാണ്, കൃഷിയായിരുന്നു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ചില ബ്രാൻഡുകൾ ആരംഭിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ. അപ്പോൾ ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ഘട്ടത്തിൽ കലപ്പേന്ത്യ കർഷകനായിരുന്നു അതിൻ്റെ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രാൻഡിൻ്റെ ലോഗോയും ഐഡൻറ്റിറ്റി ഒക്കെ രൂപപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 10-40 വർഷം മുമ്പ് കേരളത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്നതായിരുന്നു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അതായിരുന്നു. പിന്നീട് നമ്മുടെ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ തന്നെ കേരളത്തിലില്ലാണ്ടായി. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മാറി. നമ്മളിപ്പോൾ ഒത്തിരി NRI റെമിറ്റൻസ് കേരളത്തിലേക്ക് വന്നു. മറ്റ് വ്യവസായങ്ങൾ, ബിസിനസ്സുകൾ, SMEകൾ കേരളത്തിൽ ധാരാളമായിട്ട് വന്നു. അപ്പോൾ നമ്മളൊരു അഗ്രേറിയൻ ഇമേജും കൊണ്ടിരുന്നാൽ അത് ശരിയാവില്ല. അപ്പോൾ ബ്രാൻഡിൻ്റെ ഒരു ഫെഡറൽ ലുക്കിലേക്ക് ബ്രാൻഡ് മാറേണ്ട ഒരു കാലഘട്ടം വന്നപ്പോഴാണ് അന്ന് ബ്രാൻഡിൻ്റെ ഒരു റീബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ മൊത്തത്തിലൊരു ഐഡൻറ്റിറ്റി ടേൺ അറൗണ്ട് ആ സമയത്ത് നടത്തിയത്. ചേഞ്ച് വരുമല്ലോ, ലോഗോ ചേഞ്ച്, അതൊക്കെ ഒരു റീഫ്രഷ്മെന്റ് ആണ്. നമ്മൾ വീടിന് പെയിന്റ് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ അത് ആ ഒരു സ്ട്രാറ്റജി ഇടയ്ക്കിടയ്ക്ക് ബ്രാൻഡിങ്ങിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇപ്പോൾ വി-ഗാർഡ് ആ ലോഗോ മാറ്റിയിട്ട് ഒരു കങ്കാരുവിന് പുതിയ സാധനം കൊണ്ടുവന്നു, ഫെഡറൽ ബാങ്ക് മാറ്റി. വളരെ പ്രസക്തമായ ചോദ്യം ചോദിച്ചത്. കാരണം ഈ പലപ്പോഴും നമ്മൾ റീബ്രാൻഡിങ്ങിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിന്റ് അടിക്കുന്ന പോലെ തന്നെ വീടിന് പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ 2007 ഇന്ത്യയിലെ ഒരു വലിയ ലീഡിങ് പ്രൈവറ്റ് സെക്ടർ ബാങ്കായിരുന്ന യൂണിയൻ ബാങ്കിൻ്റെ ഐഡൻറ്റിറ്റി മാറ്റി. അപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെ ഐഡൻറ്റിറ്റി മാറ്റാനായിട്ട് അന്ന് യൂണിയൻ ബാങ്കിൻ്റെ ആ സമയത്ത് അതിൽ ചെയർമാനായിരുന്നത് കാസർഗോഡുകാരനായിരുന്ന MB നായരായിരുന്നു. അദ്ദേഹത്തിന് സാധാരണ ബാങ്ക് ചെയർമാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 6 വർഷക്കാലം ഒരു ബാങ്കിൻ്റെ ചെയർമാൻഷിപ്പ് കിട്ടി. സാധാരണ രീതിയിൽ ബാങ്കിങ് ചെയർമാൻഷിപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ടിച്ച് നമുക്കൊരു 2 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ റൺവേ വളരെ ഷോർട്ടായിരിക്കും. ഇദ്ദേഹത്തിന് ഒരു ലോങ് റൺവേ കിട്ടി. അപ്പോൾ അദ്ദേഹം അതിനെ ബ്രാൻഡിനെ ഒന്ന് ഓവറോൾ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. പ്രത്യേകിച്ച് ടെക്നോളജി നമ്മുടെ സമൂഹത്തിൽ ഓൾ പെർവേസീവായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാങ്കുകളെല്ലാം ടെക്നോളജിയിലേക്ക് വന്നു. പണ്ട് കാലത്ത് നമ്മളൊക്കെ ബാങ്കിൽ ഒരു ബാങ്കിൻ്റെ സമയക്രമം അനുസരിച്ച് നമ്മുടെ ജീവിത രീതികൾ നമ്മൾ മാറിയിരുന്നു. ബാങ്കിൽ 10 മണിക്ക് ബാങ്ക് തുറക്കും, 12 മണിക്ക് ബാങ്ക് അടക്കുമെങ്കിൽ നമുക്ക് ബാങ്കിങ് ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെച്ചിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആരും ബാങ്കിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടികളാരും ബാങ്ക് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതിന് ആയതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആകുന്നു. അപ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ഇൻ്റർനാഷണൽ ബാങ്ക്സ് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലുള്ള തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഭയങ്കരമായിട്ട് മാറുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറഞ്ഞ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഒത്തിരി പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യങ് ഓഡിയൻസിന് അവർക്ക് നഷ്ടപ്പെടുന്നു. സമൂഹത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ബാങ്കിങ്ങിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ചലഞ്ചായി കണ്ടുകൊണ്ടാണ് യൂണിയൻ ബാങ്ക് ഒരു റീബ്രാൻഡിങ്, ഒരു ഐഡൻറ്റിറ്റി ചേഞ്ചിന് പോയി. അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവന്ന ഒരു ഐഡൻറ്റിറ്റി ചേഞ്ചിന് മുമ്പ് നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്തത് ഈ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തത്. ഇപ്പോൾ നേരത്തെ ചോദിച്ചത് ചോദ്യമാണ്. കാരണം നമ്മൾ ഒരു ലോഗോ മാറിയത് കൊണ്ട് മാത്രം ഒന്നും മാറുന്നില്ല. എനിക്ക് വളരെ പ്രസക്തമായിട്ട് ഈ ബ്രാൻഡിങ് രംഗത്ത് പ്രമുഖനായിട്ടുള്ള R. ശ്രീധർ എന്ന് പറഞ്ഞൊരു അഡ്വർടൈസിങ് പ്രൊഫഷനുണ്ട്. ഇപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെയൊക്കെ ലോഗോ മാറുന്നതിന് മുമ്പ് ആദ്യം മാറിയത് കാനറ ബാങ്കിൻ്റെ ലോഗോയാണ്. അപ്പോൾ അദ്ദേഹം കാനറ ബാങ്കിൻ്റെ ലോഗോ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കാനറ ബാങ്കിലെ
ആയിട്ട് ബാങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ബ്രാഞ്ച് മാനേജറെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ലോഗോയൊക്കെ മാറിയല്ലോ, എന്തുകൊണ്ട് ഇത് മാറി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ സാറേ അത് നമ്മുടെ ലോഗോ മാത്രമേ മാറിയിട്ടുള്ളൂ, അത് വലിയ കാര്യമില്ല എന്ന് ബാങ്ക് മാനേജർ ഒരു കസ്റ്റമറോട് പറയുന്നതായിട്ട് അദ്ദേഹം ഹിന്ദു ബിസിനസ് ലൈനിൽ എഴുതി. അത് അപ്പോൾ അത് വായിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അത് ബാങ്കിൽ വലിയൊരു മാറ്റം നടന്നിട്ട് അത് നമ്മുടെ ബോർഡിൽ മാത്രം അല്ല, പേരിൽ മാത്രം കളറിൽ മാത്രം വരുന്നൊരു മാറ്റമായിട്ട് ഒരു ബാങ്ക് മാനേജർ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്കിൻ്റെ അകത്തുണ്ടായ മാറ്റം കൊണ്ട് എന്ത് ഫലം എന്ന് ആൾക്കാർ ചിന്തിച്ചു. അവിടെയാണ് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന നമ്മളൊരു ബാങ്കിൻ്റെ ഐഡൻറ്റി ചേഞ്ചിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഒരു നവനിർമ്മാണം എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നു. അതിൽ നമ്മൾ ഈ ബാങ്കിൽ അന്ന് യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് ചെയ്യുമ്പോൾ 27,000 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. 27,000 എംപ്ലോയീസിൽ 13,000 എംപ്ലോയീസ് ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് ആയിരുന്നു. നമ്മളൊരു ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ഫ്രണ്ട് ലൈൻ എംപ്ലോയീസാണ്. അവരാണ് നമ്മളുമായിട്ട് ആദ്യം സമ്പാദിക്കുക. അവരിൽ നിന്നാണ് ആ മാറ്റം തുടങ്ങേണ്ടത്. അതിൽ പലരും ഇടയും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യില്ല. രാവിലെ വരും, 10 ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യേണ്ട, അത് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഒരു പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യില്ല. അപ്പോൾ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ദിവസം ചിലപ്പോൾ 5 പേര് ഒരു ബ്രാഞ്ചിൽ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞാൽ എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഈ പാസ്ബുക്ക് അപ്ഡേറ്റിംഗ്, ചെക്ക് ബുക്ക് ഇഷ്യൂ, ഇങ്ങനെയുള്ള ക്ലറിക്കൽ ജോബ്സിനെ എല്ലാം നമ്മളിപ്പോൾ ടെല്ലർ കൗണ്ടറുകൾ തന്നെ ആക്ടിവിറ്റി കുറഞ്ഞു. കാരണം ആൾക്കാരൊന്നും അധികം പൈസ എടുക്കാനൊന്നും പോകില്ല, എല്ലാവരും ATM വഴിയൊക്കെ എടുക്കും. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ കസ്റ്റമർ സർവീസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ബാങ്കിങ് രംഗത്ത് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം എല്ലാവരും എതിർക്കും. മാറ്റത്തിനോടാണ് എല്ലാവർക്കും എതിർപ്പ്. അപ്പോൾ ഞാൻ ചെയ്ത ജോലി നിർത്തിയിട്ട് എനിക്ക് മറ്റൊരു ജോലി ചെയ്യാൻ താല്പര്യമില്ല, അപ്പോൾ ഐ വിൽ ബിക്കം റിബലിയസ്. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ആൾക്കാരുടെ ബാങ്കിൽ ഉള്ളിലിരിക്കുന്ന ജീവനക്കാരുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ യൂണിയൻ ബാങ്കിന് തന്നെ ഒത്തിരി ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ചോദിച്ചു. അതുകൂടാണ്ട് മറ്റ് ഹോട്ടലുകളൊക്കെ എടുത്തിട്ട് ഈ 13,000 എംപ്ലോയീസിനെ നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്തു. അപ്പോൾ അതിന് ഒത്തിരി പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നൊരു ട്രെയിനിങ് മോഡ്യൂളുണ്ടാക്കി. സീനിയർ മാനേജ്മെൻറ്റ്, അതായത് ഡെപ്യൂട്ടി ജനറൽ മാനേജേഴ്സും ജനറൽ മാനേജേഴ്സും ഉൾപ്പെടെയുള്ള ബാങ്കിലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ടോപ്പ് മാനേജ്മെൻറ്റിനെ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടി അവർക്ക് ട്രെയിൻ. അതിന് നമ്മൾ ഡീൻ ഓഫ് കെല്ലഗ് യൂണിവേഴ്സിറ്റി ദീപക് ജെയിനെ കൊണ്ടുവന്നു. ഇവർക്കൊരു ഓഫ് സൈറ്റ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തി. ഇന്റേണൽ ഓഡിയൻസ്, ഇങ്ങനെ ലോവർ ലെവലിലുള്ള ആൾക്കാർക്ക് മറ്റൊരു ട്രെയിനിങ് നടത്തി. അങ്ങനെ 18 മാസം എടുത്തു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പോസ്റ്റേഴ്സ്, ഒത്തിരി ഇമെയിലേഴ്സ്, ഒരു ഇൻട്രാനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കമ്മ്യൂണിക്കേഷൻ അഗ്രസീവായിട്ട് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോയി. ഞാൻ അവകാശപ്പെടുന്നില്ല എല്ലാവരും മൊത്തം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറ്റിയിരുന്നു. പക്ഷേ ഒരു പരിധി വരെ ഇതിലൊരു 50% ആൾക്കാരെങ്കിലും മൈൻഡ് സെറ്റ് മാറ്റാനും ഈ മാറ്റത്തിലേക്ക് കൊണ്ടുവരാനും പറ്റി. എന്നിട്ടും ഞങ്ങളൊരു 100 ടൗൺ ഹാൾ മീറ്റിംഗ് എന്ന് നടത്തി. 100 ടൗൺ ഹാൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെയർമാൻ ഇന്ത്യയിലെ 100 ടൗണിലേക്ക് യാത്ര ചെയ്തിട്ട് ബാങ്ക് എംപ്ലോയീസിനെ അഡ്രസ്സ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് യൂണിയനൊക്കെ ഉള്ള ഒരു മേഖലയാണ്, എന്തുകൊണ്ട് ഈ നമ്മളിനി മാറേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്നും നമുക്ക് ചുറ്റും വലിയ ഇൻ്റർനാഷണൽ ബാങ്ക്സ് വരുന്നു, പ്രൈവറ്റ് സെക്ടർ ബാങ്കേഴ്സ് കരുത്താർജിക്കുന്നു. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനമായ ഒരു ബാങ്കിന് മാറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചെയർമാൻ ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ചെയർമാൻ്റെ സ്പീച്ച് മുതൽ ക്രാഫ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ രീതിയിലായി പറഞ്ഞെങ്കിലും ആ സ്പീച്ചിനെ നമ്മൾ പെപ്പപ്പ് ചെയ്തു. അതിന് വേണ്ട വീഡിയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൗൺ ഹാൾ മീറ്റിംഗിൽ സംഘടിപ്പിച്ചു. ആ ടൗൺ ഹാൾ മീറ്റിങ്ങിൻ്റെ തുടക്കം അദ്ദേഹം ഒരു മലയാളി ഇതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് മീറ്റിംഗ് നടത്തി. ഞാൻ കൊച്ചിയിൽ ഈ ചെയർമാൻ്റെ കൂട്ടത്തിൽ 100 ടൗണിലും സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആ പ്രൊജക്റ്റിൻ്റെ സ്പീർ ഹെഡ് ചെയ്താണ് ഞാൻ. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ പ്രസിഡൻസി ഹോട്ടൽ വെച്ചായിരുന്നു. എന്നെ കരാവും ചെയ്തു ഇവിടുത്തെ യൂണിയൻകാർ, ബാങ്കിങ് യൂണിയനിലുള്ള ആൾക്കാർ. എന്നിട്ട് പിന്നെ ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഒരു ദിവസം കൂടി അഡീഷണൽ താമസിച്ചിട്ടാണ് ഞാൻ കൊച്ചി പ്രസിഡൻസി ഹോട്ടലിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത്രയ്ക്കധികം എതിർപ്പുണ്ടായിരുന്നു. കൊൽക്കത്തയിലും കേരളത്തിലും മാത്രമാണ് ഞങ്ങൾക്കന്ന് ഈ ബാങ്കിങ്ങിലെ ചേഞ്ച് കൊണ്ടുവരാൻ പോയപ്പോഴത്തേക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നു. 2007 കാലഘട്ടത്തിൽ ഇറ്റ് വാസ് 100 crore ചേഞ്ച് ആയിരുന്നു. ഈ റീബ്രാൻഡിങ്ങിന് വേണ്ടി ചിലവഴിച്ച 100 കോടിയായിരുന്നു. അപ്പോൾ 100 കോടി ചിലവഴിക്കുമ്പോഴത്തേക്ക് ബാങ്കിങ് യൂണിയനൊക്കെ അന്ന് അക്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുദ്രയുടെ ഒരു അജണ്ടയാണെന്നും ഇത് മുദ്രയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ബാങ്കിനെ മൊത്തത്തിൽ മാറുകയും ബാങ്കിൻ്റെ ഒരു ഒത്തിരി പുതിയ അന്ന് അതിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് അന്ന് ഞങ്ങളെ മാത്രമല്ല അന്ന് ശ്രീ MV നായർ കൊണ്ടുവന്നത്. അതൊരു വിഷണറി ലീഡറായിരുന്നു. അദ്ദേഹം അന്ന് കൊണ്ടുവന്നത് IBM കൊണ്ടുവന്നു, സോ ടെക്നോളജി ചേഞ്ചസ് കൊണ്ടുവരും. പിന്നെ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിനെ കൊണ്ടുവന്നു, ബാങ്കിങ്ങിലെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബോസ്റ്റൺ വന്നിട്ട് ഇന്ത്യനിലെ ബാങ്കിങ്ങിലുള്ള സിസ്റ്റംസും കൾച്ചേഴ്സും രീതികളും എല്ലാം മാറ്റി പ്രൊഡക്റ്റുകൾ റീഡിസൈൻ ചെയ്തു. IBM വന്നിട്ട് ഇതിന് ആവശ്യമായ ടെക്നോളജി കൊണ്ടുവന്നു. അപ്പോൾ IBM വാസ് വൺ ഓഫ് ദ പാർട്ട്നേഴ്സ്, BCG വാസ് വൺ ഓഫ് ദ പാർട്ട്നേഴ്സ്, ആ മുദ്ര വാസ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണർ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നില്ല. ഒരു ലോഗോ ചേഞ്ച് വന്നതിന് ശേഷം എന്താണ് ഇതിൻ്റെ ചേഞ്ചിൻ്റെ ഫിലോസഫിയും കാര്യങ്ങളെന്നൊക്കെ നമുക്ക് അഗ്രസീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾക്കത് ഇന്ത്യയിലെ അഡ്വർടൈസിങ്ങിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റീവ്നെസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ ആളാണ് FE അവാർഡ് എന്ന് പറയുന്ന അവാർഡ്. FE അവാർഡ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് എഫക്റ്റ്. നമുക്ക് അഡ്വർടൈസിങ് ക്രിയേറ്റീവ് അവാർഡ് മേടിക്കുന്ന പോലെയല്ല. FE അവാർഡ് എന്ന് പറഞ്ഞത് ഒരു മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡ്. നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ ചെയ്ത ഇനിഷ്യേറ്റീവ് കൊണ്ട് ബ്രാൻഡിന് നേട്ടം ഉണ്ടായെന്ന് നമ്മൾ തെളിയിക്കണം.
അപ്പോൾ അതിൽ ഞങ്ങൾക്ക് FE അവാർഡിന് ഞങ്ങൾക്ക് FE അവാർഡ് കിട്ടിയ ഈ ഒരു കേസ് സ്റ്റഡിക്ക്. ഇന്ത്യൻ എക്സ്പ്രസ് അതിനെപ്പറ്റി വലിയ ആർട്ടിക്കിൾ, ബ്രാൻഡ് വാഗൺ അതിനെപ്പറ്റി വലിയ ആർട്ടിക്കിൾ ചെയ്തു. ആ സമയത്ത് നടന്നൊരു റീബ്രാൻഡിങ് ചേഞ്ച് ആയിരുന്നു ഈ ഓറാഫോണിൻ്റെ ചേഞ്ച്. ഹച്ചിൽ നിന്ന് ഓറാഫോണിലേക്ക് വന്ന മാറ്റം, പല ഗോദ്രജിൻ്റെ ഒരു ഇൻറ്റേർണൽ ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല റീബ്രാൻഡിങ് ആയിട്ട് യൂണിയൻ ബാങ്കിനെ അന്ന് പ്രൊജക്റ്റ് ചെയ്തു. അതിന് FE അവാർഡ് വരെ കിട്ടി. അപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ്റ് അടിച്ച് ഒരു ലോഗോ മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ പെരിഫറൽ ചേഞ്ച് അല്ല, പക്ഷേ ഇൻറ്റേർണൽ ചേഞ്ച്. MP നായർ അന്ന് ഞങ്ങൾക്ക് എന്തോ ലെറ്റർ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഏറ്റെടുത്തതിൽ വെച്ച് ഏറ്റവും സാഹസികമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ച് ആയിരുന്നു. അത് ആൾക്കാരെ മൈൻഡ് സെറ്റ് മാറ്റണം. ആൾക്കാരെ മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. അത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ 18 മാസം ഞങ്ങൾ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് എംപ്ലോയീസിൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ലോഗോയിലേക്ക് മാറുകയും ആ മാറ്റം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുകയും ആ റിസൾട്ട് ശരിക്കും പ്രതിഫലിക്കുകയും ചെയ്തുകൊണ്ടാണ് FE അതിന് അവാർഡ് തന്നത്. ഈ ഒരു ചെറിയ ലോഗോ മാറ്റത്തിന് പിന്നിൽ ഇത്ര അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമായ മാറ്റമാണ്. അത് ഒത്തിരി പണി അതിന് വേണ്ടിയിട്ട്, ഒത്തിരി വലിയൊരു ടീം ഓഫ് പീപ്പിൾ, മുതലല്ല അതിന് വേണ്ടിയിട്ട് ആർമി ഓഫ് പീപ്പിൾ ഇരുന്നിട്ട് റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്താണ് നമ്മൾ അത് മാറ്റിയത്. ഇത് ബാങ്കിങ് മേഖല അല്ലാണ്ട് വേറെ ഏതെങ്കിലും മേഖലകളിൽ ഇതുപോലെ റീബ്രാൻഡിങ് നമ്മൾ ഇപ്പോൾ അംബാനി ബ്രദേഴ്സ് അവർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം, മുകേഷ് അംബാനി അനിൽ അംബാനി തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമ്പോഴത്തേക്കും ADAG അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ നമ്മൾ ചെയ്തു. അതൊരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി പ്രോഗ്രാം. ആ പ്രോഗ്രാം സ്പീഡ് ഹെഡ് ചെയ്ത് ഞാൻ മുദ്രയിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന AA എന്നൊക്കെയുള്ള ലോയും കാര്യവും അന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഏജൻസി കൂടി അനിൽ അംബാനി ഓപ്പൺ ചെയ്തു തരും. അവരും ഞങ്ങളും കൂടി പാർട്ട്ണർ ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം അന്ന് നടത്തിയത്. അപ്പോൾ അതും വലിയൊരു മാസീവ് ചേഞ്ച് ആയിരുന്നു. ഇപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് 18 മാസം എടുത്തെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പീഡ് എസെൻഷ്യലാണ്. എവറിത്തിങ് വാണ്ടഡ് യെസ്റ്റർഡേ. ആ ഒരു സ്പീഡിലാണ് റിലയൻസ് വർക്ക് ചെയ്തത്. പിന്നെ റിലയൻസിൻ്റെ വൊക്കാബുലറി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അവർ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനോടാണ്, കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സിനേക്കാൾ കൂടുതൽ റിലയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ മുകേഷ് അംബാനിയുടെ പരസ്യങ്ങളായാലും റിലയൻസിൻ്റെ മൊത്തത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നോക്കിയാൽ അവർ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ്, വേൾഡ്സ് ലാർജസ്റ്റ്, ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ, അതുപോലത്തെ കമ്മ്യൂണിക്കേഷൻ ടൊണാലിറ്റിയിൽ കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. എപ്പോഴും അവരൊരു സ്റ്റോക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനോടാണ് ആ ബ്രാൻഡുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് അതിന് സ്പീഡും എഫിഷ്യൻസിയൊക്കെ ഭയങ്കര, അത് വളരെ വിപുലമായിട്ട് ചെയ്ത റീബ്രാൻഡിങ് സ്റ്റോറി ആയിരുന്നു.